നമസ്കാരം. തൃശൂർ കൊടകര കുഴൽപ്പണ കേസിൽ പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളി. മുഹമ്മദ് അലി, രഞ്ജിത്ത്, ദീപക്, ഷുക്കൂർ, റഹീം എന്നിവരുടെ ജാമ്യാപേക്ഷയാണ് തൃശൂർ ജില്ലാ സെഷൻസ് കോടതി തള്ളിയത്. അതേസമയം കവർച്ചാപ്പണം ഉപയോഗിച്ച് വാങ്ങിയ സ്വർണം ഒരു പ്രതിയുടെ അമ്മ പോലീസിനെ ഏൽപ്പിച്ചു. മുഖ്യപ്രതി മാർട്ടിന്റെ അമ്മയാണ് സ്വർണം കൈമാറിയത്. 5 ലക്ഷം രൂപയിലധികം വില വരുന്ന 13.76 പവൻ സ്വർണമാണ് പോലീസിനെ ഏൽപ്പിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി സുവി വിശ്വനാഥൻ ചേരുന്നു തൃശൂരിൽ നിന്നും. സുവി, ഏത് സാഹചര്യത്തിലാണ് പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളിയത്? മറ്റു വിശദാംശങ്ങൾ. അശ്വതി, 5 പ്രതികളുടെ ജാമ്യാപേക്ഷയാണ് ഇപ്പോൾ തൃശൂർ സെഷൻസ് കോടതി തള്ളിയിരിക്കുന്നത്. പ്രധാനമായും പ്രോസിക്യൂഷന്റെ വാദം ഇതായിരുന്നു: അന്തർ സംസ്ഥാന മാഫിയ ബന്ധങ്ങൾ ഈ കുഴൽപ്പണക്കടത്തുമായി ഉൾപ്പെട്ടിട്ടുണ്ട്. ഇനിയും പണത്തിന്റെ ഉറവിടം എവിടെയാണ് എന്ന് കണ്ടെത്തിയിട്ടില്ല. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കവർച്ച തുക, അതായത് നഷ്ടപ്പെട്ട തുക 1 കോടിയിലേറെ രൂപ കണ്ടെത്തിയിട്ടുണ്ട്. 3.5 കോടിയുണ്ട് എന്നാണ് പരാതിക്കാരനായ ധർമ്മരാജൻ ഇപ്പോൾ പറയുന്നത്. ഈ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു. അതിനാൽ ഒരു കാരണവശാലും പ്രതികൾക്ക് ജാമ്യം നൽകരുത് എന്ന് പ്രോസിക്യൂഷൻ വാദിക്കുകയുണ്ടായി. ഈ സാഹചര്യത്തിലാണ് 5 പ്രതികളുടെ ജാമ്യം നിഷേധിച്ചിരിക്കുന്നത്. കവർച്ച കേസിലെ 5 പ്രതികളാണ് ഇവർ. മുഹമ്മദ് അലി, റഹീം, ഷുക്കൂർ, രഞ്ജിത്ത്, ദീപക്, ഇങ്ങനെ 5 പ്രതികളുടെ ജാമ്യാപേക്ഷയാണ് ഇന്ന് കോടതി തള്ളിയിരിക്കുന്നത്. അശ്വതി. സുവി വിശ്വനാഥനാണ് വിവരങ്ങൾ നൽകുന്നത്. അതേസമയം പ്രതികളുടെ ജാമ്യാപേക്ഷ സെഷൻസ് കോടതി തള്ളിയതിനൊപ്പം പ്രതിയായ മാർട്ടിന്റെ അമ്മ ഈ പണം ഉപയോഗിച്ച് വാങ്ങിയ സ്വർണം പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കിയെന്ന വാർത്തയുമുണ്ട്. സുവി, അതിന്റെ വിശദാംശങ്ങൾ കൂടി. പോലീസ് ആവശ്യപ്പെട്ടത് പ്രകാരമാണോ ഇവർ പോലീസ് സ്റ്റേഷനിൽ ഈ സ്വർണം നൽകിയത്, ഹാജരാക്കിയത്? അശ്വതി, കവർച്ച കേസുമായി ബന്ധപ്പെട്ട് പ്രതികളെയും അതുപോലെ തന്നെ പ്രതികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പ്രതികളുടെ വീട്ടുകാരെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. പണം അല്ലെങ്കിൽ നഷ്ടപ്പെട്ട കവർച്ച പണം നൽകാത്ത സാഹചര്യത്തിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകേണ്ടി വരും എന്നൊരു മുന്നറിയിപ്പും പോലീസ് നൽകിയിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് പ്രതിയുടെ അമ്മ ഇപ്പോൾ സ്വർണം തിരിച്ചേൽപ്പിച്ചിരിക്കുന്നത്. 5 ലക്ഷം രൂപയുടെ സ്വർണമാണ് തിരിച്ചേൽപ്പിച്ചിരിക്കുന്നത്. കവർച്ച കേസിലെ മുഖ്യപ്രതിയായ മാർട്ടിന്റെ അമ്മയാണ് സ്വർണം തിരിച്ചേൽപ്പിച്ചിരിക്കുന്നത്. 13.76 പവൻ സ്വർണമാണ് തിരിച്ചേൽപ്പിച്ചിരിക്കുന്നത്. ഈ 5 ലക്ഷം രൂപയ്ക്ക് സ്വർണം വാങ്ങി എന്ന് മാർട്ടിൻ പോലീസിന് മൊഴി നൽകിയിരുന്നു. ജയിലിൽ വെച്ചാണ് മാർട്ടിന്റെ മൊഴി എടുത്തിരുന്നത്. ഈ മൊഴിയെ തുടർന്നാണ് വീട്ടുകാരോട് അന്വേഷണ സംഘം കാര്യങ്ങൾ ആരാഞ്ഞത്. അതിനെ തുടർന്നാണ് ഇപ്പോൾ അമ്മ സ്വർണം തിരിച്ചേൽപ്പിച്ചിരിക്കുന്നത്. അശ്വതി. ശരി, സുവി വിശ്വനാഥനാണ് തൃശൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് ഇന്ന് 22,318 പേർക്ക് കോവിഡ്. 194 മരണങ്ങളും സ്ഥിരീകരിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 16.4 ആണ്. 26,270 പേരുടെ രോഗം ഭേദമായി. ഇന്നും ഏറ്റവും കൂടുതൽ രോഗികൾ മലപ്പുറത്ത്. 3,938 പേർക്കാണ് ജില്ലയിൽ രോഗം സ്ഥിരീകരിച്ചത്. തിരുവനന്തപുരം, എറണാകുളം, കൊല്ലം, പാലക്കാട് ജില്ലകളിൽ 2000-ലേറെ പുതിയ രോഗികൾ. കോവിഡ് മൂലം അനാഥരായ കുട്ടികളെ ഏറ്റെടുക്കണമെന്ന് സംസ്ഥാന സർക്കാരുകളോട് സുപ്രീം കോടതി. സ്വമേധയാ എടുത്ത കേസിലാണ് ജസ്റ്റിസ് എൽ നാഗേശ്വർ റാവു, ജസ്റ്റിസ് അനിരുദ്ധ ബോസ് എന്നിവരടങ്ങിയ ബെഞ്ചിന്റെ നിർദ്ദേശം. ഇത്തരത്തിൽ അനാഥരായ കുട്ടികളുടെ വിവരങ്ങൾ ശേഖരിച്ച് ദേശീയ പോർട്ടലിൽ രേഖപ്പെടുത്തണമെന്നും നിർദ്ദേശം. കോവിഡ് 3ാം തരംഗം നേരിടാൻ മുന്നൊരുക്കവുമായി സംസ്ഥാന സർക്കാർ. മരുന്നുകളും പ്രതിരോധ സാമഗ്രികളും ഉപകരണങ്ങളും വാഹനങ്ങളും ഒരുക്കാൻ കളക്ടർമാർക്ക് നിർദ്ദേശം. മഴക്കാലവും പകർച്ചവ്യാധി പ്രതിരോധവും മുന്നിൽ കണ്ടാണ് നിർദ്ദേശം പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ട്രിപ്പിൾ ലോക്ഡൌൺ തുടരുന്ന മലപ്പുറത്ത് ഞായറാഴ്ച നിയന്ത്രണങ്ങൾ കൂടുതൽ കടുപ്പിക്കും. മെഡിക്കൽ സ്ഥാപനങ്ങൾ, പാൽ, പത്രം, പാചകവാതക വിതരണം, ടെലികോം, മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് മാത്രം പ്രവർത്തനാനുമതി. ചരക്ക് ഗതാഗതം, മരണാനന്തര ചടങ്ങുകൾ, വിവാഹം, പാസോടെയുള്ള അന്തർജില്ലാ യാത്രകൾ എന്നിവയ്ക്ക് തടസ്സമുണ്ടാകില്ല. സാധാരണ ദിവസങ്ങളിൽ തുറക്കാൻ അനുമതിയുള്ള സ്ഥാപനങ്ങൾ ഞായറാഴ്ച തുറക്കാൻ അനുവദിക്കില്ല.
വിദേശത്ത് പോകുന്നവർക്ക് കോവിഷീൽഡ് വാക്സിൻ നൽകാൻ സർക്കാർ ഉത്തരവ്. 2ാം ഡോസിന്റെ സമയപരിധി കുറയ്ക്കും. വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൽ ആസ്ട്രാസെനേക്ക കോവിഷീൽഡ് എന്ന് രേഖപ്പെടുത്തും. പാസ്പോർട്ട് നമ്പറും ഉൾപ്പെടുത്തും. നിശ്ചിത ഫോർമാറ്റിൽ സർട്ടിഫിക്കറ്റ് നൽകാൻ ഡിഎംഒമാരെ ചുമതലപ്പെടുത്തി. കേരളം വില കൊടുത്തു വാങ്ങുന്ന വാക്സിനാണ് പ്രവാസികൾക്ക് നൽകുക. വിദേശത്ത് പോകേണ്ടവർക്ക് ആദ്യ ഡോസ് സ്വീകരിച്ച് 4 ആഴ്ച മുതൽ തന്നെ 2ാം ഡോസ് ലഭിക്കും. വിസ, ജോലി സംബന്ധിച്ച രേഖ, വർക്ക് പെർമിറ്റ് എന്നിവയോ വിദ്യാർത്ഥിയാണെങ്കിൽ വിദേശത്തെ അഡ്മിഷൻ രേഖയോ പരിശോധിച്ചാണ് വാക്സിൻ നൽകുക. ചെല്ലാനം പഞ്ചായത്തിൽ പ്രത്യേക വാക്സിനേഷൻ സംഘടിപ്പിക്കും. തിങ്കളാഴ്ചയാണ് പ്രദേശവാസികൾക്കായി വാക്സിനേഷൻ നടത്തുക. കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുകയും ജനങ്ങൾക്ക് ഓൺലൈൻ വഴി വാക്സിൻ ബുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. ആരോഗ്യരംഗത്ത് മലപ്പുറം ജില്ലയോട് സർക്കാർ അവഗണന കാണിക്കുന്നുവെന്ന് കൊണ്ടോട്ടി എംഎൽഎ ടി.വി. ഇബ്രാഹിം. ജനസംഖ്യ ആനുപാതികമായി ജില്ലയിൽ വാക്സിൻ വിതരണം നടന്നിട്ടില്ല. മെയ് 25 വരെ സംസ്ഥാനത്ത് വാക്സിൻ എടുത്തവരുടെ ജില്ലാ അടിസ്ഥാനത്തിലുള്ള കണക്ക് ചൂണ്ടിക്കാട്ടിയാണ് എംഎൽഎയുടെ വിമർശനം. പാലക്കാട് ജില്ലയിലെ ആദിവാസി മേഖലകളിൽ കോവിഡ് വാക്സിനേഷൻ വേഗത്തിൽ പൂർത്തിയാക്കാൻ തീരുമാനം. ജില്ലാതല അവലോകന യോഗത്തിലാണ് തീരുമാനം കൈക്കൊണ്ടത്. ഇതിനായി മൊബൈൽ ക്ലിനിക് സജ്ജമാക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. കോവിഡ് ചികിത്സയ്ക്കായി എംഎൽഎമാരുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് ജില്ലയിൽ കൂടുതൽ സൌകര്യം ഏർപ്പെടുത്തുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. കോവിഡ് വാക്സിന്റെ നികുതി കുറയ്ക്കണമെന്ന നിർദ്ദേശത്തിൽ ജിഎസ്ടി കൌൺസിൽ അന്തിമ തീരുമാനമെടുത്തേക്കും. വീഡിയോ കോൺഫറൻസ് മുഖേനയുള്ള കൌൺസിൽ യോഗം പുരോഗമിക്കുകയാണ്. സംസ്ഥാനങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനുള്ള കാലപരിധി ഉയർത്തൽ, നഷ്ടപരിഹാര കുടിശ്ശിക വിതരണം ചെയ്യൽ എന്നിവയും കൌൺസിലിന്റെ പരിഗണനയ്ക്ക് വരും. കോവിഡ് വാക്സിൻ നികുതി രഹിതമാക്കണമെന്നാണ് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളുടെ നിലപാട്. സംസ്ഥാന ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. രാജ്യത്ത് ഇന്നലെ 1,86,364 പേർക്ക് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 3,660 പേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്. ചികിത്സയിലായിരുന്ന 2.5 ലക്ഷത്തിലേറെ പേരുടെ രോഗം ഭേദമായി. 23 ലക്ഷത്തിലേറെ പേരാണ് നിലവിൽ രാജ്യത്ത് കോവിഡ് ബാധിതരായിട്ടുള്ളത്. കോവിഡ് 2ാം തരംഗത്തിന് കാരണം പ്രധാനമന്ത്രിയുടെ അനാസ്ഥയെന്ന് രാഹുൽ ഗാന്ധി. കോവിഡിനെതിരെ വിജയം നേടിയെന്ന പ്രധാനമന്ത്രിയുടെ അവകാശവാദം സത്യവിരുദ്ധം. മരണനിരക്ക് സംബന്ധിച്ച് സർക്കാർ നുണ പ്രചരിപ്പിക്കുകയാണെന്നും രാഹുൽ. എല്ലാവർക്കും വാക്സിൻ നൽകുകയാണ് ശരിയായ പ്രതിരോധ മാർഗമെന്നും രാഹുൽ ഗാന്ധി. ഇന്ത്യയിൽ 3% ആളുകൾക്ക് മാത്രമാണ് വാക്സിൻ നൽകിയിട്ടുള്ളത്. സർക്കാർ ഗൌരവത്തോടെ ഇടപെട്ടില്ല എങ്കിൽ 3ഉം 4ഉം തരംഗങ്ങൾ എന്ന തരത്തിൽ രോഗം വ്യാപിച്ചുകൊണ്ടിരിക്കുമെന്നും രാഹുൽ. കോവിഡ് രോഗികൾക്കുള്ള ഡയാലിസിസ് മുടങ്ങില്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. കണ്ണൂർ മെഡിക്കൽ കോളേജിൽ സാങ്കേതിക തകരാറിനെ തുടർന്ന് ഡയാലിസിസ് മുടങ്ങിയിരുന്നു. ഇതേ തുടർന്നാണ് ആരോഗ്യമന്ത്രിയുടെ ഇടപെടൽ. തകരാർ പരിഹരിച്ച് ചികിത്സ പുനരാരംഭിച്ചു. ഇടുക്കി തൊടുപുഴയിൽ കോവിഡ് ബാധിച്ചു മരിച്ചയാളുടെ മൃതദേഹം മാറി നൽകി. ഗുരുതരാനാസ്ഥ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ. മരിച്ച കുമളി സ്വദേശി സോമന്റെ മൃതദേഹത്തിന് പകരം നൽകിയത് മൂന്നാർ സ്വദേശിയുടെ മൃതദേഹം. സംസ്കരിക്കാൻ എത്തിച്ചപ്പോൾ മൃതദേഹം മാറിയത് തിരിച്ചറിഞ്ഞത് സന്നദ്ധ പ്രവർത്തകർ. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം കിംസ് ഹെൽത്ത് ആശുപത്രിയിൽ കോവിഡ് വാക്സിനേഷൻ പുനരാരംഭിച്ചു. സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയിൽ നിന്നും നേരിട്ടാണ് കോവിഷീൽഡ് വാക്സിൻ വാങ്ങിയിരിക്കുന്നത്. കോവിൻ പോർട്ടലിലൂടെയോ ആരോഗ്യസേതു ആപ്പിലൂടെയോ രജിസ്റ്റർ ചെയ്യാം. പ്രതിപക്ഷ നേതാവ് തെരഞ്ഞെടുപ്പിൽ താൻ അപമാനിതനായെന്ന് രമേശ് ചെന്നിത്തല. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി സോണിയാഗാന്ധിക്ക് കത്തയച്ചു. സൂചന തന്നിരുന്നുവെങ്കിൽ താൻ നേരത്തെ തന്നെ രാജിവെക്കുമായിരുന്നുവെന്ന് കത്തിൽ ചെന്നിത്തല. സർക്കാരിനെതിരായ പോരാട്ടങ്ങൾക്ക് പാർട്ടിക്കുള്ളിൽ നിന്ന് പിന്തുണ ലഭിച്ചില്ലെന്നും രമേശ് ചെന്നിത്തല. യുഡിഎഫ് യോഗത്തിൽ കോൺഗ്രസിനെതിരെ വിമർശനവുമായി ഘടകകക്ഷികൾ. തെരഞ്ഞെടുപ്പ് പരാജയം വിശദമായി പഠിക്കണമെന്ന മുസ്ലിം ലീഗ്. ഐശ്വര്യ കേരള യാത്രയിലെ ആൾക്കൂട്ടം കണ്ട് തെറ്റിദ്ധരിച്ചു. ജോസ് കെ മാണിയും ജനതാദളും പോയത് ക്ഷീണമായെന്നും വിമർശനം. ചെറു പാർട്ടികളെ സീറ്റ് നൽകാതെ കോൺഗ്രസ് അപമാനിച്ചെന്ന് സിഎംപിയും ഫോർവേഡ് ബ്ലോക്കും. വി.ഡി. സതീശനെ പുതിയ യുഡിഎഫ് ചെയർമാനായി തെരഞ്ഞെടുത്തു. തീരുമാനം ഇന്ന് ചേർന്ന യുഡിഎഫ് ഏകോപന സമിതിയിൽ. തെരഞ്ഞെടുപ്പ് പരാജയം വിലയിരുത്താൻ നിയമസഭാ സമ്മേളന ശേഷം ഒരു ദിവസം നീണ്ടുനിൽക്കുന്ന യോഗം ചേരും. വോട്ട് കണക്ക് നോക്കുമ്പോൾ അത്യന്തം ദയനീയമായ പരാജയമെന്ന് വിലയിരുത്താനാകില്ലെന്ന് യുഡിഎഫ് കൺവീനർ എം ഹസൻ. ഓരോ കക്ഷികളും പരാജയ കാരണം വെവ്വേറെ വിലയിരുത്തും. എൻ.കെ. പ്രേമചന്ദ്രന്റെ നേതൃത്വത്തിൽ യുഡിഎഫ് സംഘം ലക്ഷദ്വീപ് സന്ദർശിക്കും.
തെരഞ്ഞെടുപ്പ് പരാജയം ചർച്ച ചെയ്യാൻ ചേർന്ന UDF ഏകോപന സമിതി യോഗത്തിൽ പങ്കെടുക്കാതെ KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ രാജ്യസന്നദ്ധത അറിയിച്ചതുകൊണ്ട് മുന്നണി യോഗത്തിൽ പങ്കെടുക്കില്ല എന്ന് മുല്ലപ്പള്ളി അറിയിച്ചിരുന്നുവെന്ന് ഹസൻ. ഷിബു ബേബി ജോണും യോഗത്തിൽ പങ്കെടുത്തില്ല. കെ സുധാകരനെ KPCC പ്രസിഡന്റാക്കണമെന്നാവശ്യപ്പെട്ട് KPCC ഓഫീസിന് മുന്നിൽ പോസ്റ്റർ ഉയർത്തി പ്രവർത്തകർ. പോസ്റ്ററുമായി എത്തിയത് ഈരാറ്റുപേട്ടയിൽ നിന്നുള്ള കോൺഗ്രസ് പ്രവർത്തകർ. സുധാകരന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളും ഈരാറ്റുപേട്ടയിൽ നിന്നുള്ള പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. കോൺഗ്രസ് പ്രവർത്തകർ അല്ല പോസ്റ്റർ ഉയർത്തിയതെന്ന് സുധാകരന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ. കേരളത്തിലെ ന്യൂനപക്ഷ ക്ഷേമ അനുപാതം ഹൈക്കോടതി റദ്ദാക്കി. 80% മുസ്ലിം വിഭാഗത്തിനും 20% ഇതര ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും എന്ന അനുപാതമാണ് റദ്ദാക്കിയത്. നിലവിലെ ജനസംഖ്യാ കണക്കനുസരിച്ച് അനുപാതം പുനർനിശ്ചയിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. മുൻ സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളും സേവന പ്രവർത്തനങ്ങളും തുടരുമെന്ന് പ്രഖ്യാപിച്ച രണ്ടാം പിണറായി സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപനം സമ്പദ് മേഖല ഉത്തേജിപ്പിക്കുമെന്നും അസമത്വം ഇല്ലാതാക്കുകയാണ് പ്രധാന ലക്ഷ്യമെന്നും ഗവർണർ. നയപ്രഖ്യാപന പ്രസംഗത്തിൽ കേന്ദ്രത്തിന് വിമർശനം. വായ്പാ പരിധി ഉയർത്തണമെന്ന ആവശ്യം അംഗീകരിക്കാത്തത് ഫെഡറലിസത്തിന് ചേരാത്തതാണ്. വായ്പാ പരിധി ഇനിയും ഉയർത്താതെ സംസ്ഥാനങ്ങൾക്ക് പ്രതിസന്ധി മറികടക്കാനാകില്ല. പ്രതിസന്ധിക്കിടയിലും ശമ്പള പരിഷ്കാരം ഈ സർക്കാർ നടപ്പാക്കിയെന്നും ഗവർണർ. സംസ്ഥാനത്തിന്റെ വികസനത്തിൽ നിർണായക സ്ഥാപനമായി കിഫ്ബി മാറിയതായി നയപ്രഖ്യാപന പ്രസംഗം. കിഫ്ബി പദ്ധതികൾ PPP ആയി നടപ്പാക്കാൻ നടപടി സ്വീകരിക്കുമെന്നും നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ പറഞ്ഞു. എല്ലാവർക്കും സൗജന്യമായി വാക്സിൻ നൽകുക എന്നതാണ് സർക്കാർ നയമെന്ന് ഗവർണർ. വാക്സിൻ വാങ്ങാൻ ആഗോള ടെൻഡർ വിളിക്കും. വാക്സിൻ വിതരണത്തിന് 1000 കോടി രൂപ അധികം ചെലവാക്കുമെന്നും ഗവർണർ പറഞ്ഞു. സംസ്ഥാനത്ത് ആരും പട്ടിണിയാകരുത് എന്ന നയം നടപ്പാക്കാൻ കഴിഞ്ഞതായി നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ. 90 ലക്ഷം കുടുംബാംഗങ്ങൾക്കും കിറ്റും സൗജന്യ റേഷനും നൽകി. റേഷൻ കാർഡ് ഇല്ലാത്തവർക്കും അനാഥാലയങ്ങൾക്കും സൗജന്യ റേഷൻ എത്തിച്ചു നൽകിയതായും ഗവർണർ. കോവിഡിന്റെ ആദ്യ തരംഗത്തിൽ തന്നെ 20,000 കോടിയുടെ പാക്കേജ് നടപ്പാക്കിയതായി ഗവർണർ. 47.2 ലക്ഷം ആളുകൾക്കാണ് പാക്കേജിന്റെ ഗുണം ലഭിച്ചത്. പെൻഷൻ കിട്ടാത്ത ലക്ഷക്കണക്കിന് ആളുകൾക്ക് സഹായം എത്തിച്ചു. ജനകീയ ഹോട്ടലുകൾ വഴി 20 രൂപയ്ക്ക് ഊണ് നൽകി വരികയാണ്. മാസം 400 കോടി രൂപയുടെ കിറ്റുകളാണ് 90 ലക്ഷം കുടുംബങ്ങൾക്ക് നൽകുന്നതെന്നും ഗവർണർ. കോവിഡ് വ്യാപനത്തിനിടയിലും മരണനിരക്ക് കുറച്ചു നിർത്താൻ കേരളത്തിന് കഴിഞ്ഞതായി ഗവർണർ മുഹമ്മദ് ആരിഫ് ഖാൻ. ആരോഗ്യം, പോലീസ്, ദുരന്ത നിവാരണം, തദ്ദേശ സ്വയംഭരണം, റവന്യൂ വകുപ്പുകൾ ഒന്നിച്ചാണ് പ്രവർത്തിക്കുന്നത്. പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമായി തുടരുമെന്നും ഗവർണർ. എല്ലാ സർക്കാർ സേവനങ്ങളും ഇനി ഓൺലൈൻ വഴി. ഓൺലൈൻ സംവിധാനം അടുത്ത ഗാന്ധി ജയന്തി ദിനത്തിൽ കമ്മീഷൻ ചെയ്യുമെന്ന് ഗവർണർ നയപ്രഖ്യാപനത്തിൽ പറഞ്ഞു. സർക്കാർ ഓഫീസുകൾ സന്ദർശിക്കാതെ സേവനം ലഭ്യമാക്കുകയാണ് ലക്ഷ്യമെന്നും നയപ്രഖ്യാപനത്തിൽ ഗവർണർ. കളമശ്ശേരിയിലും കണ്ണൂരിലെയും പുതിയ ടെക്നോ പാർക്കുകൾ ഈ വർഷം എന്ന നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. കളമശ്ശേരിയിലേത് രാജ്യത്തെ ഏറ്റവും വലിയ ഹാർഡ്വെയർ സംവിധാനമാകും. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഇന്നൊവേഷൻ ആൻഡ് ടെക്നോളജി ഉടൻ സ്ഥാപിക്കുമെന്നും ഗവർണർ. അർഹരായ എല്ലാവർക്കും സർക്കാർ പട്ടയം നൽകുമെന്ന നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. മിച്ചഭൂമി ഭൂമിയില്ലാത്തവർക്ക് വിതരണം ചെയ്യുമെന്നും ഗവർണർ പറഞ്ഞു. കർഷകരുടെ വരുമാനം 5 വർഷം കൊണ്ട് 50% വർദ്ധിപ്പിക്കുമെന്ന നയപ്രഖ്യാപനം. കാർഷിക സർവകലാശാലയെ കാർഷിക ഉൽപാദന വർധനയ്ക്ക് ഉപയോഗപ്പെടുത്തും. സംസ്ഥാനത്ത് കൂടുതൽ അഗ്രോ പാർക്കുകൾ തുടങ്ങും. മുഴുവൻ പച്ചക്കറിയും സംഭരിച്ച് വിതരണം ചെയ്യുമെന്നും ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്കായി പുനർഗേഹം പദ്ധതി നടപ്പാക്കുമെന്ന നയപ്രഖ്യാപന പ്രസംഗം. മത്സ്യം വീടുകളിൽ നേരിട്ടെത്തിക്കാൻ വിപുലമായ സംവിധാനം കൊണ്ടുവരും. ശക്തികുളങ്ങര, തങ്കശ്ശേരി ഹാർബറുകൾ നവീകരിക്കുമെന്നും ഗവർണർ. ജലപാതകൾ വഴി ചരക്ക് നീക്കം വേഗത്തിലാക്കുമെന്ന് നയപ്രഖ്യാപന പ്രസംഗം. സഹകരണ മേഖലകളെ ശക്തിപ്പെടുത്തും. സഹകരണ മേഖലയിൽ 2 അരിമില്ലുകൾ തുടങ്ങും. കേരള ബാങ്കിൽ മലപ്പുറത്തെ കൂടി ഉൾപ്പെടുത്തുമെന്നും ഗവർണർ പറഞ്ഞു. കേന്ദ്ര സർക്കാരും സംസ്ഥാനവുമായുള്ള സഹകരണം കൂടുതൽ ശക്തമാക്കണമെന്ന നയപ്രഖ്യാപനത്തിൽ ഗവർണർ. ഇരു സർക്കാരുകളും സഹകരണത്തോടെയും ഐക്യത്തോടെയും പ്രവർത്തിക്കണം. ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്രവും സംസ്ഥാനവും തദ്ദേശ സ്ഥാപനങ്ങളും തുല്യ പങ്കാളികളാകണമെന്നും ഗവർണർ. നയപ്രഖ്യാപനം ആവർത്തനമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കോവിഡിന്റെ 3ാം തരംഗം നേരിടാൻ പുതിയ ആരോഗ്യ നയം ഉണ്ടാകാതെ പോയത് ദൗർഭാഗ്യകരം. കോവിഡ് മരണനിരക്ക് സംബന്ധിച്ച് ധാരാളം പരാതികൾ ഉയർന്നുവരുന്നുണ്ട്. ആരോഗ്യം, വിദ്യാഭ്യാസ, ദുരന്ത നിവാരണം ഈ 3 മേഖലകളിൽ പ്രതീക്ഷിച്ച പദ്ധതികൾ ഗവർണറുടെ നയപ്രഖ്യാപനത്തിൽ ഇല്ലെന്നും പ്രതിപക്ഷം.
കഴിഞ്ഞ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ ആവർത്തനം മാത്രമാണ് ഇത്തവണയും നടത്തിയതെന്ന് ബി.ജെ.പി. കോവിഡ് പ്രതിസന്ധിയിൽ ഒന്നും ചെയ്യാനില്ലാതെ ഇരുട്ടിൽ തപ്പുകയാണ് സർക്കാർ. കോവിഡ് ദുരന്ത നിവാരണത്തിനുള്ള പ്രത്യേക പാക്കേജ് പ്രതീക്ഷിച്ചിരുന്നുവെന്നും ബി.ജെ.പി. അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ. നയപ്രഖ്യാപന പ്രസംഗം നിരാശാജനകമെന്ന കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി. മുരളീധരൻ. പുതിയ സർക്കാരിൽ നിന്ന് വിവിധ മേഖലകളിലെ പുതിയ കാഴ്ചപ്പാടുകളും നയങ്ങളുമാണ് ജനങ്ങൾ പ്രതീക്ഷിച്ചത്. അതുണ്ടായില്ലെന്ന് മാത്രമല്ല, കേന്ദ്ര സർക്കാരിനെ അകാരണമായി കുറ്റപ്പെടുത്തുക വഴി നയപ്രഖ്യാപനത്തെ രാഷ്ട്രീയ നയം പറയാനുള്ള ഇടമാക്കി മാറ്റുകയും ചെയ്തുവെന്ന് മുരളീധരൻ. 15ാം നിയമസഭയുടെ ആദ്യ സമ്മേളനം ജൂൺ 10 അവസാനിക്കും. സഭ ചേരാൻ ആദ്യം തീരുമാനിച്ചിരുന്നത് ജൂൺ 14 വരെ. കാലയളവ് വെട്ടിച്ചുരുക്കാൻ തീരുമാനിച്ചത് ഇന്ന് ചേർന്ന കാര്യോപദേശക സമിതി. 10 വോട്ട് ഓൺ അക്കൌണ്ട് പാസാക്കിയതിനു ശേഷം സഭ പിരിയും. പ്രതിഷേധം തുടരുമ്പോഴും ലക്ഷദ്വീപിലെ നിയമപരിഷ്കാരങ്ങൾ പിൻവലിക്കില്ല എന്ന നിലപാടിൽ ഭരണകൂടം. കളക്ടറുടെ വിശദീകരണത്തിന് പിന്നാലെയാണ് ഇന്ന് വിവിധ മാധ്യമങ്ങളിൽ പരസ്യത്തിലൂടെ ദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ നിലപാട് വ്യക്തമാക്കുന്നത്. 2 കുട്ടികളിൽ കൂടുതലുള്ളവർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാകില്ല എന്നും വൈദ്യുതി ഉൽപാദനം സ്വകാര്യവൽക്കരിക്കും എന്നതടക്കമുള്ള കാര്യങ്ങൾ പരസ്യത്തിലുണ്ട്. ലക്ഷദ്വീപിലെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരായ ഹർജിയിൽ നിലപാട് അറിയിക്കാൻ കേന്ദ്ര സർക്കാരിന് ഹൈക്കോടതിയുടെ നിർദ്ദേശം. കേന്ദ്ര സർക്കാരും ലക്ഷദ്വീപ് ഭരണകൂടവും 2 ആഴ്ചയ്ക്കുള്ളിൽ നിലപാട് അറിയിക്കും. അഡ്മിനിസ്ട്രേറ്ററുടെ വിവാദ പരിഷ്കാരങ്ങൾ അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം കോടതി അംഗീകരിച്ചില്ല. ലക്ഷദ്വീപ് ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച നിയമസഭയിൽ തിങ്കളാഴ്ച പ്രമേയം കൊണ്ടുവരും. ലക്ഷദ്വീപ് ജനതയുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുള്ള പ്രമേയം മുഖ്യമന്ത്രിയാണ് അവതരിപ്പിക്കുക. കാര്യോപദേശക സമിതി യോഗത്തിലാണ് തീരുമാനം. ലക്ഷദ്വീപ് സന്ദർശിക്കാൻ കോൺഗ്രസ് എംപിമാരുടെ സംഘത്തിന് അനുമതിയില്ല. ദ്വീപ് അഡ്മിനിസ്ട്രേഷൻ യാത്ര വിലക്കിയതായി ബെന്നി ബെഹനാൻ പറഞ്ഞു. സംഭവത്തിൽ രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും സ്പീക്കർക്കും എംപിമാർ നിവേദനം നൽകി. എംപിമാരുടെ അവകാശങ്ങൾ നിഷേധിക്കരുതെന്നും അനുകൂല തീരുമാനമില്ല എങ്കിൽ ദേശീയ തലത്തിൽ സമരം വ്യാപിപ്പിക്കുമെന്നും എംപിമാർ പറഞ്ഞു. ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്ററുടെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കാൻ CPM തീരുമാനം. തിങ്കളാഴ്ച ബേപ്പൂരിലെയും കൊച്ചിയിലെയും ലക്ഷദ്വീപ് ഓഫീസുകൾക്ക് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിക്കും. എംപിമാരുടെ പ്രതിനിധി സംഘത്തെ ലക്ഷദ്വീപിലേക്ക് അയക്കാനും തീരുമാനം. ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേലിനെതിരെ തൃശൂർ ജില്ലാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം. സംഘപരിവാർ അധിനിവേശം അവസാനിപ്പിക്കുക, RSS ഏജന്റായ പ്രഫുൽ പട്ടേലിനെ തിരിച്ചുവിളിക്കുക എന്നീ ആവശ്യങ്ങൾ ഉയർത്തി AGS ഓഫീസിന് മുന്നിലായിരുന്നു ധർണ. DCC പ്രസിഡന്റ് MP വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. ലക്ഷദ്വീപിൽ ഹിതപരിശോധനയ്ക്ക് കേന്ദ്രം തയ്യാറാകണമെന്ന പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ. മലപ്പുറം പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിന് മുൻപിൽ നടന്ന പ്രതിഷേധ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ, സാദിഖലി ശിഹാബ് തങ്ങൾ, മുനവറലി ശിഹാബ് തങ്ങൾ, PV അബ്ദുൽ വഹാബ് MP, അബ്ദുസമദ് സമദാനി MP എന്നിവരും പങ്കെടുത്തു. ലക്ഷദ്വീപിൽ നടപ്പാക്കാൻ ഒരുങ്ങുന്ന മുഴുവൻ പരിഷ്കാരങ്ങളും പിൻവലിക്കണമെന്ന് മുസ്ലിം ലീഗ് നേതാവ് ET മുഹമ്മദ് ബഷീർ. ദ്വീപിനെ വാണിജ്യ കേന്ദ്രമാക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നു. മംഗലാപുരത്തേക്ക് ചരക്ക് നീക്കം മാറ്റുന്നതിന് പിന്നിൽ ഗൂഢലക്ഷ്യമുണ്ടെന്നും ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർക്ക് നിവേദനം കൈമാറിയ ശേഷം ET മുഹമ്മദ് ബഷീർ പറഞ്ഞു. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്ക് malayalam.news18.com സന്ദർശിക്കുക. മീറ്റു ആരോപണ വിധേയനായ തമിഴ് കവി വൈരമുത്തുവിന് ONV സാഹിത്യ പുരസ്കാരം നൽകാനുള്ള തീരുമാനം പുനഃപരിശോധിക്കും. അവാർഡ് നിർണയ സമിതിയുടെ നിർദ്ദേശപ്രകാരമാണ് തീരുമാനം പുനഃപരിശോധിക്കുന്നത്. സംസ്ഥാനത്ത് നാളെ മുതൽ വീണ്ടും മഴ ശക്തമാകാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. കൊല്ലം മുതൽ തൃശൂർ വരെ 7 ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിച്ചേക്കും. ഈ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് കാലവർഷം ഞായറാഴ്ച എത്തുമെന്നാണ് പ്രവചനം. വിഴിഞ്ഞം ബോട്ടപകടത്തിൽ മരിച്ചവരുടെ വീട് മന്ത്രിമാരായ സജി ചെറിയാനും ആന്റണി രാജുവും സന്ദർശിച്ചു. 3 കുടുംബങ്ങൾക്കും 10 ലക്ഷം വീതം ധനസഹായം നൽകുമെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. അടിയന്തര സഹായമായി 10,000 രൂപ കൈമാറി. അപകടത്തിന് കാരണമായി മണ്ണ് പൂർണ്ണമായും മാറ്റാൻ നടപടിയെടുക്കുമെന്നും മന്ത്രി. യാസ് ചുഴലിക്കാറ്റ് ഉണ്ടായ നാശനഷ്ടങ്ങൾ വിലയിരുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിളിച്ചു ചേർത്ത അവലോകന യോഗത്തിൽ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പങ്കെടുത്തില്ല. മറ്റ് യോഗങ്ങളിൽ പങ്കെടുക്കേണ്ടിയിരുന്നതിനാൽ പ്രധാനമന്ത്രിയുടെ അനുമതിയോടെയാണ് അവലോകന യോഗത്തിൽ നിന്ന് വിട്ടുനിന്നതെന്ന് മമത. കലൈകുണ്ടയിൽ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയ മമത പുനർനിർമ്മാണത്തിനായി 20,000 കോടി രൂപയുടെ സഹായം ആവശ്യപ്പെട്ടു.
ഒഡീഷയിലെ നാശനഷ്ടങ്ങൾ വിലയിരുത്താൻ ഭുവനേശ്വറിൽ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം നടന്നു. മുഖ്യമന്ത്രി നവീൻ പട്നായിക്, മറ്റ് മന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. അടിയന്തര ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി 1000 കോടി രൂപയുടെ ധനസഹായം പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. നാശനഷ്ടത്തിന്റെ വ്യാപ്തി നിർണ്ണയിക്കാൻ മന്ത്രിതല സംഘത്തെ സംസ്ഥാനങ്ങൾ സന്ദർശിക്കാൻ നിയോഗിക്കും. മരിച്ചവരുടെ ബന്ധുക്കൾക്ക് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും നൽകും. കണ്ണൂർ സെൻട്രൽ ജയിലിൽ പണം കവർന്ന കേസുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന പ്രതി മംഗലാപുരത്ത് പിടിയിൽ. ജയിലിൽ നിന്നും ഇറങ്ങിയ പ്രതിക്ക് കവർച്ചയുമായി ബന്ധമുണ്ടെന്നാണ് പോലീസ് സംശയിക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ ഇയാളെ വിശദമായി ചോദ്യം ചെയ്യും. കഴിഞ്ഞ ഏപ്രിൽ 22-നാണ് ജയിലിലെ ചപ്പാത്തി കൌണ്ടറിന്റെ ഓഫീസിൽ നിന്ന് 1.9 ലക്ഷം രൂപ കവർന്നത്. ജോസ് കെ മാണി രാജ്യസഭാ എംപി സ്ഥാനം രാജിവെച്ചതിനെ തുടർന്നുള്ള ഒഴിവിലേക്ക് തെരഞ്ഞെടുപ്പ് വൈകും. കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ ഉടൻ തെരഞ്ഞെടുപ്പ് നടത്താനാവില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഓൺലൈൻ ക്ലാസുകൾ വിദ്യാർത്ഥികളിൽ ശാരീരിക മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് SCERT പഠന റിപ്പോർട്ട്. തലവേദന, കാഴ്ചക്കുറവ് അടക്കമുള്ള പ്രശ്നങ്ങളാണ് വിദ്യാർത്ഥികളിൽ കൂടുതലായി അനുഭവപ്പെടുന്നത്. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിൽ 85 സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ 2832 വിദ്യാർത്ഥികളിൽ നടത്തിയ പഠനത്തിലാണ് കണ്ടെത്തൽ. തിരുവനന്തപുരം കള്ളിക്കാട് ആടുവള്ളിയിൽ സ്കൂൾ വിദ്യാർത്ഥിനിയുടെ ഇടപെടലിനെ തുടർന്ന് മൊബൈൽ ടവർ സ്ഥാപിച്ചു. മൊബൈൽ റേഞ്ച് ഇല്ലാത്തത് ഓൺലൈൻ പഠനത്തിന് തടസ്സമാകുന്നു എന്ന് കാട്ടി പ്രധാനമന്ത്രിക്ക് ദക്ഷിണ കത്തയച്ചിരുന്നു. ദക്ഷിണയുടെ കത്ത് ശ്രദ്ധയിൽപ്പെട്ട പ്രധാനമന്ത്രിയുടെ ഇടപെടലിനെ തുടർന്നാണ് ആടുവള്ളിയിൽ ജിയോ മൊബൈൽ ടവർ സ്ഥാപിച്ചത്. ഈ റേഷൻ കാർഡുകൾ സംസ്ഥാന വ്യാപകമാക്കുമെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ. ഭക്ഷ്യസാധനങ്ങളുടെ പൂഴ്ത്തിവയ്പ് തടയാൻ കർശന നടപടിയെടുക്കും. ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പാക്കും. കോവിഡ് ബാധിച്ചു മരിച്ച റേഷൻ കട നടത്തിപ്പുകാരുടെ ആശ്രിതർക്ക് പകരം ജോലി നൽകുന്നത് ആലോചനയിലുണ്ടെന്നും മന്ത്രി ന്യൂസ് 8നോട്. കെ മണിറാം വ്യവസായ മന്ത്രി P രാജീവിന്റെ പ്രൈവറ്റ് സെക്രട്ടറി MA ബേബി, C രവീന്ദ്രനാഥ് എന്നിവർ മന്ത്രിമാരായിരിക്കെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്നു മണിറാം. ധനമന്ത്രി KN ബാലഗോപാലിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി M രഘുനാഥിനെയും നിശ്ചയിച്ചു. നാരദ ഒളിക്യാമറ കേസിൽ അറസ്റ്റിലായ തൃണമൂൽ നേതാക്കൾക്ക് ഇടക്കാല ജാമ്യം. മന്ത്രിമാരായ ഫിർഹദ് ഹക്കീം, സുബ്രത മുഖർജി, MLA മദൻ മിത്ര, കൊൽക്കത്ത മുൻ മേയർ സോവൻ ചാറ്റർജി എന്നിവർക്ക് ജാമ്യം നൽകി കൊൽക്കത്ത ഹൈക്കോടതി. 2 ലക്ഷം രൂപ, 2 ആൾജാമ്യം എന്നിവ ഉൾപ്പെടെ കർശന ഉപാധികളോടെയാണ് ജാമ്യം. മാധ്യമങ്ങൾക്ക് അഭിമുഖം നൽകാൻ പാടില്ലെന്ന് കർശന ഉപാധി. അന്വേഷണം സംഘത്തിന് മുന്നിൽ ആവശ്യപ്പെടുന്നതനുസരിച്ച് ഹാജരാകണമെന്നും വ്യവസ്ഥ. അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിലും ഇടപെടാൻ പാടില്ല എന്നും ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് രാജേഷ് ബിൻഡൽ അടങ്ങിയ ബെഞ്ചിന്റെ നിർദ്ദേശം. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S ജയശങ്കറും US ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക് സലിമനുമായും കൂടിക്കാഴ്ച നടത്തി. പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ ഇരുവരും ചർച്ച നടത്തി. ഇന്തോ പസഫിക് മേഖലകളിലെ പ്രശ്നങ്ങളിൽ സഹകരിക്കാൻ ചർച്ചയിൽ ധാരണയായതായി ജെയ്ക് സലിവൻ പറഞ്ഞു. കോവിഡ് പ്രതിരോധം, കാലാവസ്ഥാ വ്യതിയാനം എന്നീ വിഷയങ്ങളും കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. വ്യാപാര വിഷയങ്ങളിൽ അമേരിക്കൻ വ്യാപാര പ്രതിനിധിയും Indo-US ബിസിനസ് കൌൺസിൽ അംഗങ്ങളുമായും വിദേശകാര്യമന്ത്രി S ജയശങ്കർ ചർച്ച നടത്തി. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് തുടർ സഹായം അമേരിക്ക വാഗ്ദാനം ചെയ്തു. കോവിഡാനന്തരം സാമ്പത്തിക രംഗത്തെ തിരിച്ചു കൊണ്ടുവരുന്നതിൽ ഏകോപിപ്പിച്ച പ്രവർത്തനം ഉണ്ടാകുമെന്ന് ഉറപ്പു ലഭിച്ചതായും S ജയശങ്കർ പറഞ്ഞു. ഒളിമ്പിക്സ് മെഡൽ ജേതാവ് സുശീൽ കുമാറും സംഘവും കൊല്ലപ്പെട്ട ഗുസ്തി താരം സാഗർ ധൻകറിനെ മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങളും ചിത്രങ്ങളും പുറത്ത്. പരിക്കേറ്റ സാഗർ നിലത്ത് കിടക്കുന്നതും സുശീലും സംഘവും വടികളുമായി നിൽക്കുന്ന ദൃശ്യവുമാണ് പുറത്തുവന്നത്. സുശീൽ കുമാറിന്റെ സുഹൃത്ത് പ്രിൻസിന്റെ മൊബൈലിൽ നിന്നാണ് വീഡിയോ കണ്ടെത്തിയത്. പഞ്ചാബ് നാഷണൽ ബാങ്ക് തട്ടിപ്പ് കേസിലെ പ്രതിയും വ്യാജ വ്യാപാരിയുമായ മെഹുൽ ചോക്സിയെ തിരിച്ചെത്തിക്കാനുള്ള നടപടിക്ക് സ്റ്റേ. ഡൊമിനിക്ക സുപ്രീം കോടതിയാണ് നടപടി സ്റ്റേ ചെയ്തത്. ഹേബിയസ് കോർപ്പസ് ഹർജി പരിഗണിച്ചാണ് നടപടി. മെഹുൽ ചോക്സിയുടെ ശരീരത്തിൽ മർദ്ദനമേറ്റതിന്റെ അടയാളങ്ങളുണ്ടെന്നും ചോക്സിയുടെ ആഗ്രഹത്തിന് വിരുദ്ധമായി ആന്റിഗ്വയിൽ നിന്നും ബലമായി കൊണ്ടുപോയതാണെന്നും ചോക്സിയുടെ അഭിഭാഷകൻ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. 12ാം ക്ലാസ് പരീക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കുന്നത് സുപ്രീം കോടതി മാറ്റിവെച്ചു. അഭിഭാഷക മമത ശർമ്മ നൽകിയ പൊതുതാൽപര്യ ഹർജി ഈ മാസം 31-ന് പരിഗണിക്കും. ജസ്റ്റിസ് AM ഖാൻവിൽക്കർ അധ്യക്ഷനായ 2-അംഗ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. രാജ്യത്ത് കോവിഡ് 2ാം തരംഗം ശക്തമായതിനാൽ പരീക്ഷ റദ്ദാക്കാൻ CBSE അടക്കമുള്ള ഏജൻസികൾക്ക് നിർദ്ദേശം നൽകണമെന്നാണ് ഹർജിയിലെ ആവശ്യം.
ഉത്തർപ്രദേശിലെ മീററ്റിൽ ബ്ലാക്ക് ഫംഗസ് കേസുകൾ വർദ്ധിക്കുന്നു. 11 പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തതായി ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഖിലേഷ് മോഹൻ വെളിപ്പെടുത്തി. ഇതോടെ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്ത ബ്ലാക്ക് ഫംഗസ് കേസുകളുടെ എണ്ണം 147 കോട്ടയം ചിറക്കടവ് സ്വദേശിനി UK-യിൽ മരിച്ചതിൽ ദുരൂഹതയാരോപിച്ച് കുടുംബം. നഴ്സായ ഷീജയുടെ മരണത്തിലാണ് ദുരൂഹത ആരോപിക്കുന്നത്. ഷീജയെ ഭർത്താവ് ബൈജു പീഡിപ്പിച്ചിരുന്നതായാണ് പരാതി. തിങ്കളാഴ്ചയാണ് ഷീജ പനി ബാധിച്ച് മരിച്ചതായി ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചത്. എന്നാൽ സുഹൃത്തിന് ഷീജ അയച്ച ശബ്ദ സന്ദേശത്തിൽ നിന്നും ആത്മഹത്യ സംബന്ധിച്ച സൂചന ബന്ധുക്കൾക്ക് ലഭിച്ചു. പാലക്കാട് നഗരത്തിലെ ആളൊഴിഞ്ഞ കെട്ടിടത്തിൽ പോത്തുകളെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത് 37 പോത്തുകളെ. തീറ്റയും വെള്ളവും കിട്ടാതെ 2 പോത്തുകൾ ചത്തു. പട്ടിണി മൂലം അവശ്യനിലയിലായിരുന്ന മറ്റു പോത്തുകളെ ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം ധോണി ഫാമിലേക്ക് മാറ്റി. കെട്ടിട ഉടമ പോലീസിൽ പരാതി നൽകിയിരുന്നുവെങ്കിലും നടപടി ഉണ്ടായില്ല എന്ന ആരോപണം. കെട്ടിട ഉടമ കോഴിക്കോട് സ്വദേശി ഗംഗാ രാജേന്ദ്രനുമായി തർക്കത്തിലുള്ള വ്യക്തിയാണ് സംഭവത്തിന് പിന്നിലെന്ന് സംശയിക്കുന്നതായി നാട്ടുകാർ. വയനാട് മുട്ടിൽ ഈട്ടിമരം മോഷ്ടിച്ച കേസിൽ അന്വേഷണം നേരിടുന്ന ഉന്നത ഉദ്യോഗസ്ഥനെ ഫോറസ്റ്റ് വിജിലൻസ് ഉത്തരമേഖല കൺസർവേറ്ററാക്കാനുള്ള നീക്കം വനം മന്ത്രി ഇടപെട്ട് തടഞ്ഞു. സോഷ്യൽ ഫോറസ്ട്രി കൺസർവേറ്റർ NT സാജനെ നിയമിക്കാനുള്ള നീക്കമാണ് തടഞ്ഞത്. ലോക്ഡൌൺ കാലത്ത് വർക്കൌട്ടിൽ വിട്ടുവീഴ്ചയില്ലാതെ മോഹൻലാൽ. ചെന്നൈയിൽ വീട്ടിൽ വ്യായാമം ചെയ്യുന്നതിന്റെ വീഡിയോ വൈറൽ. പുതിയ സിനിമയ്ക്കായുള്ള പരിശീലനമെന്ന അഭ്യൂഹം. മനോജ് നൈറ്റ് ശ്യാമളൻ സംവിധാനം ചെയ്യുന്ന ഓൾഡ് എന്ന ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തുവിട്ടു. പ്രായം ഇരട്ടിക്കുന്ന ദ്വീപിൽ പെട്ടുപോകുന്നവരുടെ കഥയാണ് ഓൾഡ്. ന്യൂസ് 18 എക്സ്പ്രസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.